ഹലോ ഗൈസ്, നമ്മളിപ്പോ കശ്മീരിലാണ് ഗൈസ്. കശ്മീരിൽ എവിടെയാ? നമ്മുടെ ഹോട്ടലിലോ. ഇതാണ് ചെടിയില് പൂ നിൽക്കുന്ന പൂച്ചെടി. റോസാപ്പൂ. ക്യാമറ എനിക്ക് തരുമോ? വ്ലോഗ് കേട്ടാ ഞാൻ എനിക്ക് താ മതി. സോ ഹലോ ഗൈസ്, നമ്മളിപ്പോൾ കശ്മീരിലാണ്, ശ്രീനഗറിലാണ്. നമ്മളിന്ന് ഇവിടെ നിന്നും നമ്മൾ ലഡാക്ക് ഭാഗത്തേക്കാണ് പോകുന്നത്. പക്ഷേ നമ്മൾ ലഡാക്കിലെത്തില്ല, നമ്മൾ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്, ആര്യൻ വാലി. കശ്മീരിലെ റോസാപ്പൂക്കൾ കണ്ടോ ഗൈസ്? നോക്കൂ, എന്തോരം കളറിലുള്ള റോസാപ്പൂക്കളുണ്ട്. റോസ് കളറിലെ റോസാപ്പൂ, പിന്നെ പല പല മഞ്ഞ കളറിലെ റോസാപ്പൂ, അങ്ങനെ പല പല കളറിലെ റോസാപ്പൂക്കൾ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മുടെ സുധീഷ് വണ്ടിക്കകത്ത് ബാഗൊക്കെ എടുത്ത് സെറ്റാക്കി ഫുൾ പരിപാടികളിലാണ്. ഇത് കണ്ടോ, നോ പാർക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ഗേറ്റ്, ടയർ വിൽ ബി പങ്ക്ചർ. ഇത് ഇവിടുത്തെ ഒരു ചിൽഡ്രൻസ് ഹോസ്പിറ്റലാണ് ഈ മുംബൈ കാണുന്നത്, പന്ത് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ ആണ് ഞങ്ങൾ താമസിച്ച ഈ ഒരു ഹോം സ്റ്റേ ഉള്ളത്. അപ്പോൾ ഇവിടെ തിരക്കൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ കൊണ്ട് വണ്ടി ഇട്ട് കഴിഞ്ഞാൽ ടയർ കുത്തിപ്പൊട്ടിക്കുമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. കൊള്ളാമല്ലേ? എല്ലാവരും മാതൃകയാക്കേണ്ട ഒരു തീരുമാനമാണത്. അങ്ങനെ ഞങ്ങൾ പോവാണ് ഗൈസ്. അപ്പോൾ എങ്ങോട്ടാണ് ജോഷ്ന പോകുന്നത്? ആര്യൻ വാലി. ജോഷ്നയാണ് ഇവിടുത്തെ ടൂർ ഗൈഡ് കം എല്ലാം അല്ലേ ശ്വേത? അതെ, എല്ലാം ജോഷ്നയാണ്. ആര്യൻ വാലി എന്ന് പറയുന്നത് നമ്മൾ പോയിട്ടില്ലല്ലോ അവിടെ. ഞാൻ പോയിട്ടില്ലല്ലോ. അത് ഏത് ഭാഗത്തായിട്ട് വരും? അത് കാർഗിലിന്റെ ബാക്ക് സൈഡ് ആയിട്ട് വരും. പാകിസ്ഥാൻ ബോർഡർ ആണോ? ആണോ? ആ ഭാഗത്താ? അടിപൊളി, സൂപ്പർ എക്സൈറ്റഡ്. പോകാൻ പറ്റിയ അടിപൊളി സമയം. എന്തായാലും പോകാം. വാ. നമ്മളിപ്പോൾ രാവിലെ ദാൽ ലേക്കിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടെ ശ്രീനഗർ വന്നു കഴിഞ്ഞാൽ ദാൽ ലേക്ക് കാണാതെ പോയി കഴിഞ്ഞാൽ ദാൽ ലേക്കിനൊരു വിഷമമായാലോ എന്നോർത്ത് നമ്മൾ ദാൽ ലേക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. അതല്ലാതെ ഫുഡ് കഴിക്കണം എന്നുള്ള മോഹത്താൽ പോകുന്നതല്ല കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് തപ്പി പോകുന്നതല്ല കേട്ടോ, ദാൽ ലേക്ക് കാണാൻ വേണ്ടി പോകുന്ന. നമ്മളിവിടെ വരുമ്പോഴത്തേക്കിന് വണ്ടികൾ കാണുമ്പോഴത്തേക്കിന് ഇവർ കുറേ ആൾക്കാർ ഓടി വരും. ദാൽ ലേക്ക് പാർക്കിംഗ് ഫ്രീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ ഇതാണ് ദാൽ ലേക്കിൻ്റെ എൻട്രൻസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ യൂഷ്വലായിട്ട് ആൾക്കാർ ഷിക്കാര വള്ളങ്ങളെടുത്ത് കറങ്ങും. പിന്നെ ഈ പറഞ്ഞ പോലെ താമസിക്കാനുള്ളവരാണെങ്കിൽ ഹോൾട്ട് ചെയ്ത് കിടക്കുന്ന ബോട്ടിൽ കയറി താമസിക്കും. ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മളിത് വീണ്ടും ചെയ്യുന്നില്ല. ഹൗസ് ബോട്ട് കണ്ടോ? ഇത് ഓടുന്ന ഹൗസ് ബോട്ട് അല്ല കേട്ടോ. അങ്ങനെ നമ്മൾ ആ ദാൽ ലേക്കിൻ്റെ സമീപത്തൂടെയുള്ള വഴിയിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തോരം ഹൗസ് ബോട്ടുകളാണെന്നറിയുമോ ഇവിടെ ഉള്ളത്? എന്തോരം ഹൗസ് ബോട്ടുകളാണ്, ആയിരക്കണക്കിന് ഹൗസ് ബോട്ടുകളുണ്ടെന്ന് തോന്നി ഈ ദാൽ ലേക്കിന് ചുറ്റും. ഈ ദാൽ ലേക്ക് ഭയങ്കര വലിയ ലേക്ക് കേട്ടോ, ഭയങ്കര വലുതാണ്. ഇതിൻ്റെ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ഹൗസ് ബോട്ടുകളും ശിക്കാര വള്ളങ്ങളുമാണ്. ഇങ്ങോട്ടേക്ക് ഫർദർ മുന്നോട്ട് പോയി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഈ ഭാഗത്ത് അങ്ങനെ അധികം വള്ളങ്ങളൊന്നും കാണാൻ സാധ്യതയില്ല, കാണത്തില്ല. ഇന്നെന്താണെന്നറിയില്ല, ഇന്ന് വിസിബിലിറ്റി നമുക്ക് വളരെ കുറവാണ്. നമ്മൾ കാഴ്ചയൊന്നും കാണുന്നില്ല. നമ്മൾ ശ്രീനഗറിൽ വരുമ്പോൾ ദാൽ ലേക്കിൻ്റെ ഒരു ഭാഗം നമ്മൾ കാണും, ഷിക്കാര വള്ളത്തിൽ കറങ്ങും, ബാക്കി ഹൗസ് ബോട്ടിൽ താമസിക്കുന്നവർ താമസിക്കും. അതിലുപരിയായിട്ട് ഈ ദാൽ ലേക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ 10-15 കിലോമീറ്റർ നീളത്തിൽ ഞങ്ങളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ സൈഡിൽ കൂടി. ഇത് എവിടെ എങ്ങും എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത. ഇനി ദാൽ ലേക്കിൽ ശ്രീനഗറിൽ വരുന്നവർ ലേ പോവുകയാണെങ്കിൽ ദാൽ ലേക്ക് ചുറ്റിക്കറങ്ങി ലേക്കിലേക്ക് പോയി നോക്ക്. വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ദാൽ ലേക്ക് മൊത്തം കാണാൻ പറ്റും. ഇവരാരും ഒന്നും രാവിലെ ഒന്നും കഴിക്കത്തില്ലേ? ദവാഖാന ഉണ്ട്. ഞങ്ങളിവിടെ കാനം തപ്പി നടക്കുകയാണ് ഗൈസ്. ഇവിടെ ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന സാധനം കിട്ടൂല, അതാണ് പ്രശ്നം. അങ്ങനെ നമ്മളൊരു കട കണ്ടുപിടിച്ചു. ഇവിടെ സമോസ, ഓംലെറ്റ്, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ കിട്ടും എന്ന് പറഞ്ഞു. ലെറ്റ്സ് ഹാവ് എ സീറ്റ്, കം ഓൺ. അങ്ങനെ നമ്മളിവിടെ കയറി നമുക്ക് ആദ്യമായിട്ടൊരു സമോസ കിട്ടി. ചൂട് സമോസയാണല്ലോ, ചിക്കൻ സമോസ, വെജ് സമോസ. ഇവർക്ക് ഇവിടെ ആലു പൊറാട്ട അല്ലേ? ഇത് ഗോബി പൊറാട്ടയാണ്. ആലു പൊറാത്ത കിട്ടി, ആലു പൊറാത്ത. ഇതൊക്കെയാണ് ഇവർ രാവിലെ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത്. ഇത് മാത്രമേ ഉള്ളൂ, കഴിക്കണം. കഴിക്കേ ബ്രെഡ് ഓംലെറ്റ്, വേറൊന്നും കഴിക്കുന്നില്ലല്ലോ. ഞങ്ങൾ വയറ് നിറച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. അതിനോട് പറയുകയും ചെയ്തു, അടിപൊളി ഫുഡായിരുന്നു എന്ന് പറയുകയും ചെയ്ത്. നമ്മളെല്ലാവരും ഇത്രയും പേര് വാരി വലിച്ച് ഫുഡെല്ലാം കൂടെ കഴിച്ചത്, ചായയും ബ്രെഡ് ഓംലെറ്റും അതും ഇതും എല്ലാം കൂടെ കഴിച്ചിട്ട് ആകെ ആയത് 495 രൂപ. ഇതേ സാധനം വല്ല ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ 4000 രൂപ ആവും. അതാണ് പ്രശ്നം. ഞങ്ങളങ്ങനെ ലഡാക്കിലേക്ക് പോകുന്ന വഴിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതിവിടെ പിള്ളേർ കുളിക്കുന്നത് കണ്ടോളാ, ഋഷി കണ്ടോളാ, പിള്ളേരിവിടെ കുളിക്കുന്നത് കണ്ടോ? ഈ കുളത്തിൽ സൈഡിൽ ആ പിള്ളേർക്ക് കാവലായിട്ടൊരു പട്ടാളക്കാരൻ അവിടെ നിൽക്കുന്നുണ്ട് കണ്ടോ? പിള്ളേരൊക്കെ ഇവിടെ കുളിയാണോ? സ്വിമ്മിംഗ് പൂള് കണ്ടോടാ ഋഷി? ആണോ നോക്കി? ഓ, അവന്മാരെടുത്ത് ചാടുന്നു. അവിടെ ഉണ്ട് ഒരു പട്ടാളക്കാരൻ നോക്കി. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ജനസംഖ്യ വെച്ച് നോക്കുകയാണെങ്കിൽ മിനിമം ഒരു 10 സിവിലിയൻസിന് ഒരു പട്ടാളക്കാരെന്നുള്ള രീതിയിൽ ഇവിടെ ഉണ്ടാവും. നീ എവിടെ നോക്കിയാലും പട്ടാളക്കാർ. അതിൽ മറ്റേ CRPF-ഉം പിന്നെ കമാൻഡോസ്, ജമ്മു പോലീസ്, അങ്ങനെ പല 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 കാറ്റഗറി പട്ടാളക്കാരെ പല സ്ഥലത്ത് കാണാൻ സാധിക്കും.
ഇത്രയും പണ്ടില്ലായിരുന്നു. ഈ പഹൽഗാം ഇഷ്യൂവിന് ശേഷമാണ് ഇത്രയധികം പട്ടാളക്കാർ ഇവിടേക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു പോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. എത്ര രൂപ? എത്ര രൂപ? 100 രൂപ. ഏതിന്? ഈ ഒരു ബോക്സിന്. ഈ ചെറിക്കോ 100 രൂപയേ ഉള്ളൂ. നല്ല മധുരമുള്ള ചെറി. എന്തിന്? ആണോ? കഴിക്ക് പറയുന്നത് 3 പേരും കൂടെ കഴിച്ചോണ്ടിരുന്ന അവിടെ. പക്ഷെ വയറുള്ള കയറുന്നുണ്ട്. കൂടുതൽ കഴിച്ചാൽ വയറിളകുവേ. ഞാൻ പണ്ട് വയറിളക് കിടന്ന ഞങ്ങളവിടെ ചെറി വാങ്ങിക്കാൻ വേണ്ടി വണ്ടി കയറുക. അപ്പോഴത്തേക്ക് CRPFന്റെ ആൾക്കാർ വന്ന് എന്തൊക്കെയോ കുറെ തെര വിളിച്ച് വണ്ടി ഇങ്ങോട്ട് മാറ്റി ഇടിച്ച് എന്താ സംഭവിച്ചതെന്നൊന്നും മനസ്സിലായില്ല കേസ്. നമ്മൾ പോകുന്ന വഴിക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകാനായിട്ട് ഒരു സ്ഥലത്ത് കയറിയതാണേ. ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയൂ, ഇത് നമ്മൾ ശ്രീനഗറിൽ നിന്ന് സോനാമാർഗ് പോകുന്ന വഴിയാണ്. ശ്രീനഗറിൽ പഹൽഗാം അറ്റാക്കിന് ശേഷം ജനം വരുന്നില്ല എന്നാരാ പറഞ്ഞത്? ഇവിടെ ജനം കൂടി. ഇവിടെ ഇപ്പോൾ ഓവർ ക്രൗഡഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് ആൾക്കാരാണ്. ബൈക്കേഴ്സും പിന്നെ അതർ സ്റ്റേറ്റ് വെഹിക്കിൾസും ലോക്കൽ ടൂറിസ്റ്റുകളും അവരും ഇവരുമൊക്കെ ആയിട്ട് ആ റെസ്റ്റോറൻറ്റിലൊക്കെ എന്ത് തിരക്കാണെന്നറിയോ? ഇവിടെ മൊത്തത്തിൽ ബഹളമാണ്. റോഡിലൊക്കെ ബ്ലോക്കാണ്. ഇടിയാണ് മൊത്തത്തിൽ. ഇതിപ്പോൾ ഓവർ ടൂറിസം ആണോ? എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഇപ്പൊ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പഹൽഗാം കഴിഞ്ഞപ്പോ ശ്രീനഗർ ചത്തു എന്നാ കരുതിയത്. സത്യം, അതെ, ബ്ലോക്കാ മൊത്തത്തിൽ എല്ലായിടത്തും. എവിടെ നോക്കിയാലും ആൾക്കാരും ബഹളവും ബൈക്കേഴ്സും ഇത്രയധികം ടൂറിസ്റ്റ്. അതായത് ഇവിടെ വെതർ പോലും ഒടുക്കത്തെ ചൂടാണ്. ഈ ഒരു ജാക്കറ്റ് ഒന്നും ഇടേണ്ട അവസ്ഥ വന്നിട്ടില്ല. അതുപോലെ ചൂടാണ്. ആ ചൂടായിട്ട് ഇത്രയും ചൂടായിട്ട് ഇവിടെ ഇത്രയും ആൾക്കാർ വരുന്നു എന്ന് ആലോചിക്കേ. ഇത് JNK പോലീസാ? ഇത് എന്തൊക്കെ വണ്ടികളാ പോലീസിന് ഇവിടെ? JNK പോലീസ് എവിടെ നോക്കിയാലും പട്ടാളക്കാരാട്ടോ. പട്ടാളവും പോലീസും. ലഡാക്കിലേക്ക് പോകുന്ന വഴി ഇവിടെ ഫുള്ള് പച്ചപ്പാണ്. ഇപ്പം കണ്ടില്ലേ? ചൂടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വണ്ടിക്കകത്തൊക്കെ മൊത്തം AC ഇട്ട് ഇരുന്നിട്ട് ഇവിടെ പുറകെ ഇരിക്കുന്ന ആൾക്കാർ ഇവർക്ക് തണുക്കുന്നില്ല, ചൂടെടുക്കുന്നെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ചൂടാണ് ഫുള്ള്. അങ്ങനെ നമ്മൾ വെൽക്കം ടു സോനാമാർഗ് ടണൽ. അതായത് സോനാമാർഗ് എന്ന് പറയുന്ന പാസ് ഇപ്പോൾ ടണലായി മാറിയിരിക്കുകയാണ്. അതായത് ഞാൻ കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ ഐൻബി ട്രിപ്പിന്റെ സമയത്തൊക്കെ ഇതിലെ വന്ന സമയത്ത് ഇവിടെ ടണൽ വന്നിട്ടില്ലായിരുന്നു. ഇവിടെ കംപ്ലീറ്റ് പാസ്സായിരുന്നു. ആ ടണലിന്റെ നിർമ്മാണം നടക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ടണലിന്റെ നിർമ്മാണം പൂർത്തിയായി. നമ്മളിപ്പോൾ ടണലിലൂടെയാണ് നമ്മൾ ശരിക്കും ഇപ്പോൾ പോകാൻ പോകുന്നത്. അങ്ങനെ വെൽക്കം ടു സോനാമാർഗ് ടണൽ, സോനാമാർഗ് കാർഗിൽ ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിപൊളി. ഇത് കൊള്ളാലോ, സെറ്റപ്പ് ആണല്ലോ. ഇവിടുന്ന് സോനാമാർഗ് വരെ പോകാൻ പറ്റില്ലായിരുന്നു മഞ്ഞ് വീഴുമ്പോ. അപ്പൊ ഈ ടണലുള്ളതുകൊണ്ട് ഫുൾ ടൈം സോനാമാർഗ് ഓപ്പൺ ആണ്. നിങ്ങളിപ്പോ ലേയിൽ വന്ന് താമസം എത്ര വർഷമായി? 8 വർഷവും. കേരള ഹൗസ് തുടങ്ങിട്ടോ? 4 വർഷം 5 വർഷം. ഉറങ്ങി കിടന്ന ആളാ. കേരള ഹൗസിനെ പറ്റി ചോദിച്ചപ്പോ ഐഡിയ കേട്ടില്ലേ? ഇവിടെ ഉറക്കമായോ എല്ലാവരും? പക്ഷേ നമ്മളിപ്പോ ടണലിൽ കയറും കേട്ടോ. ബിഗ് ടണലേ. അങ്ങനെ ശരിക്കും പറഞ്ഞാല് ഇവിടത്തേക്ക് റോഡ് കണക്ടിവിറ്റി എന്നൊക്കെ പറയുന്നത് ഗംഭീരമാക്കിയിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഫസ്റ്റ് ടൈം ഒക്കെ ലേയിലേക്ക് വരുമ്പോഴത്തേക്കിനും പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ചാടിച്ച് എടുത്തുകൊണ്ട് പോയ സ്ഥലത്ത് ഇപ്പം എക്സ്പ്രസ് ഹൈവേ പോലെ വലിയ വിശാലമായ കിടിലം വഴികള്. എന്തോരം ഡെവലപ്മെന്റ് ആണെന്നറിയോ ഈ ലഡാക്കിലും കാശ്മീരിലും നടക്കുന്നത്. പ്രത്യേകിച്ച് യൂണിയൻ ടെറിട്ടറിയും കൂടെ ആക്കി കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നി ഇവിടെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് നടക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു ടണലും കൂടെ വരുന്നില്ലേ? സോജില പാസോ? സോജില ടണൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി ഒരു വർഷം 2 വർഷം എടുക്കുന്നത്. അപ്പൊ അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ 365 days ഈ റോഡ് ഓപ്പൺ ആയിരിക്കും. അപ്പൊ ഈ സമയത്ത് വിന്റർ ആകുമ്പോഴത്തേക്കിനും എക്സ്ട്രീം വിന്റർ ആകുമ്പോൾ ഇത് അടയ്ക്കുമല്ലേ? വിന്റർ ആകുമ്പോൾ ഇപ്പൊ അടയ്ക്കുന്നുണ്ട്. ഇനി അത് ആവശ്യമില്ല. കാരണം ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പോർഷൻ കവർ ചെയ്യുന്ന ഭാഗത്തിനാണ് ടണൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ 365 ഡേയ്സും ലഡാക്കിലേക്കും അതുപോലെ തന്നെ കാർഗിലേക്കും ഒക്കെ കയറാൻ പറ്റും. എന്റെ ദൈവമേ, ഇത് കണ്ട ഇത് രസം നോക്ക്. ആ 2 മലകൾക്കിടയിലൂടെ ഇങ്ങനെ പാലമൊക്കെ പണിതിട്ടാണ് നമ്മൾ ഇങ്ങനെ ടണലിലേക്ക് പോകുന്നത്. ആ ടണലിലേക്കുള്ള അപ്രോച്ച് റോഡ് തന്നെ വളരെ അടിപൊളിയായിട്ടാണ് പണിതിരിക്കുന്നത്. ആ ഭാഗമൊക്കെ നോക്കി എന്ത് ഭംഗിയല്ലേ. ശരിക്കും ഇത് സമ്മറിലെ നമുക്ക് ഇത്രയും പച്ചപ്പ് ഇവിടെ കാണാൻ പറ്റുള്ളൂ. ഇനി കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കിനും പച്ചപ്പ് കുറഞ്ഞു വരില്ലേ എത്താറാകുമ്പോഴത്തേക്കിനും. അടിപൊളി. ഇത് തകർത്തു. ഇത് എന്തോരോ ആൾക്കാരെ ടണൽ കാണാൻ ഇവിടെ വണ്ടി നിർത്തിയിരിക്കുന്നത്. നമുക്ക് നിർത്തിയാലോ? ആ കാണുന്ന മലകൾക്ക് താഴെയൂടെയാണ് ഈ ടണൽ പണിതിരിക്കുന്നത്. നോക്കി, ഇത് ഇവിടെ അടിപൊളി ടോയ്ലറ്റുകൾ. ആൾക്കാരൊക്കെ ടണൽ കാണാനും ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ വണ്ടി നിർത്തിയിരിക്കുന്നു. ഇത് പൊളിച്ചു കേട്ടോ. വീഡിയോഗ്രാഫിക്ക് वीडियो बना के देते हैं आपके से शूट करके नहीं पूरा 360 बैकग्राउंड कवर सर नहीं सही मैन मेमोरी यही है सर जी घर लेके ये जाओ नहीं
ആ ഇറ്റ്സ് ഓക്കെ, താങ്ക് യു. ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സ് കുറേ ഉണ്ട്, ഇഷ്ടംപോലെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിരുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഈ ടണൽ പൊളിച്ചു കേട്ടോ, ഇതൊരു രക്ഷ, എന്ത് കിടുക്കാച്ചി സംഭവമാണിത്. ഇവിടെ ഫയർഫോഴ്സ് ഉണ്ട്, അവിടെ ആപ്കോ ശ്രീ അമർനാഥ് ജി ടണൽ വേ പ്രൈവറ്റ് ലിമിറ്റഡ്, അതായത് അമർനാഥ് യാത്രയൊക്കെ പോകുന്നത് ഈ വഴി കൂടെയാണ്. അപ്പോൾ ഇത് ഈ കാണുന്ന സോനാമാർഗ് ടണലിലൂടെയാണ് നമ്മൾ ഇനിയിപ്പം അങ്ങോട്ടേക്ക് പോകാൻ പോകുന്നത്. ഇത് രക്ഷയില്ലോടോ, ഇത് ഭയങ്കര ചേഞ്ചസും ഡെവലപ്മെൻ്റ് ഒക്കെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. അടിപൊളി. ഇവിടെ എന്തോരോ ആൾക്കാരാണെന്ന് നോക്കിയാൽ ഇവിടെ അടിപൊളി. ഇത് പൊളിച്ച് കേട്ടോ ദൈവം. ഇത് എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഇത് കുറേ ഉണ്ടോ? ഒത്തിരി ഉണ്ടോ? എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ചോദിക്കുകയാണെ. നമ്മളിപ്പോൾ പോകുന്ന ഈ സോനാമാർഗ് ടണലിൻ്റെ നീളം എന്ന് പറയുന്നത് 6.5 കിലോമീറ്റർ ആണ്, 6.5 കിലോമീറ്റേഴ്സ്. ഈ 6.5 കിലോമീറ്റേഴ്സിലുള്ള 2 ലൈൻ ട്രാഫിക് മാത്രമുള്ള ഒരു ടണലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 80 km/h വേഗതയിൽ വരെ ഇതിലൂടെ വണ്ടി പോകാൻ സാധിക്കും. പക്ഷേ നിലവിൽ ഇപ്പോൾ 50-ൽ സ്പീഡ് റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. ശരിക്കും സോനാമാർഗ്, കാർഗിൽ ഇതുപോലെയുള്ള പ്രദേശങ്ങളൊക്കെ 365 ദിവസവും ആളുകളുടെ ആക്സസിബിലിറ്റി കിട്ടുന്നതിന് വേണ്ടി അവലാഞ്ചെ പ്രോൺ ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റ് റൂട്ട് ഉണ്ടായിരുന്നത് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്തുകൊണ്ട്, സ്കിപ്പ് ചെയ്തുകൊണ്ട് സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു റൂട്ട് പണിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ടണൽ പണിതിരിക്കുന്നത്. ഏകദേശം ഒരു 1/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറോളം സമയം സോനാമാർഗിലേക്കുള്ള യാത്രയിൽ ഈ ടണൽ വന്നതോടുകൂടി ലാഭിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 2025 ജനുവരി 13 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു ടണൽ നമ്മുടെ രാജ്യത്തിന് സമർപ്പിച്ചത്. 8600 അടി ഉയരത്തിലാണ് ഈ ഒരു ടണൽ സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും ഇതിൻ്റെ ഒരു അറ്റത്തുനിന്ന് കയറി മറ്റൊരു അറ്റം എത്തുമ്പോഴത്തേക്കിനും നമുക്ക് അതിൻ്റെ ഒരു കാലാവസ്ഥ മാറ്റവും ബാക്കിയുള്ള സംഭവങ്ങളും പല മാറ്റങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഈ ടണലിൽ കയറിയിട്ടപ്പോൾ കുറേ നേരമായി. മുമ്പിലൊരു പോലീസ് വണ്ടി ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ പതുക്കെ പോകാൻ പറ്റുന്നുള്ളൂ. അടിപൊളി, എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് ടണല്. അതിന് പുറത്തൊക്കെ അടിപൊളി സെറ്റപ്പ് ആക്കി. ഇതിനകത്ത് ജനറേറ്ററും കാര്യങ്ങളൊക്കെ, അതിനകത്ത് മറ്റേ എക്സോസ്റ്റ്. അതെങ്ങോട്ടുള്ള വഴി അപ്പോൾ? അപ്പൊ ഇതാണ് ലേയിലേക്കുള്ള വഴി അല്ലേ? കറങ്ങി തിരിഞ്ഞ് ബൈപ്പാസ് ആയിരിക്കും, പാരലൽ റോഡ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇവിടെ ടോളൊന്നുമില്ല, പക്ഷെ ഇവിടെ ഇങ്ങനത്തെ കുറെ പരിപാടികളുണ്ട്. എവിടെ നിന്നൊക്കെ നമുക്ക് കാശ് വാങ്ങിക്കും, സ്റ്റോപ്പ് ഫോർ എൻട്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നമ്മുടെ നാട്ടിലെ ടോൾ പ്ലാസകളാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിരുന്നു. ഇത് പക്ഷേ ഇവന്മാർ അങ്ങനെയല്ല, ഇവന്മാർ ഭയങ്കര റൂഡാണ്. ഇതിൽ മുമ്പിൽ സാധനമൊക്കെ എടുത്ത് വെച്ച്, ബാരിക്കേഡൊക്കെ എടുത്ത് വെച്ച് കൊടുത്തിട്ടേ പോയാൽ മതി എന്ന്. എല്ലാം 100 രൂപ മിനിമം ആണ്. സോനാമാർഗ് ഡെവലപ്മെന്റ് അതോറിറ്റി, അമ്യൂണിറ്റീസ്, സാനിറ്റേഷൻ ചാർജസ്. നമ്മൾ സോനാമാർഗ് പോകുന്നില്ലല്ലോ. सोनामार्ग किधर है? हम लोग सोनामार्ग नहीं जाएगा तो पैसा चाहिए ना? आज जा रहे हो ना सोनामार्ग के रास्ते? हाँ रास्ता से. ओके ठीक है ओके ओके ओके. വെറുതെ സോനാമാർഗ് വഴി പോകുന്നതിന് 100 രൂപ സോനാമാർഗിന് കൊടുക്കണം. മൊത്തം 200 രൂപ നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞു. ഈ ടണൽ പിരിക്കുന്നതിന് ടോൾ വാങ്ങിക്കുകയാണെങ്കിൽ പിന്നെ കൊള്ളായിരുന്നു. ഇത് വെറുതെ ഇതിലൂടെ പോകുന്നതിന് സോനാമാർഗിൻ്റെ ആൾക്കാരാണ് പൈസ വാങ്ങിക്കുന്നത്, ടണലിനില്ല. ടണൽ ഫ്രീയാണ്, ടണലിൽ കൂടെ പോകുന്നതിന് പൈസ ഒന്നും വേണ്ട, അത് ഫ്രീ. നമ്മൾ സോനാമാർഗ് കഴിയുമ്പോൾ അങ്ങോട്ടൊരു അടിപൊളി റോഡ് പണിതിട്ടിരിക്കുന്നത് കാണാം. അത് നമ്മളെ സോജില പാസിലേക്കുള്ള വഴിയാണ്, അതായത് സോജില ടണലിലേക്ക് പോകുന്ന വഴിയാണ്. അത് തുറന്നിട്ടില്ല, അത് തുറന്നു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഈ പറഞ്ഞ സോജില പാസ് സ്കിപ്പ് ചെയ്തിട്ട് പോവാം. അപ്പം മിക്കവാറും നമ്മൾ ഇനി സോജില പാസും മറ്റേ പാസൊന്നും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് വേണ്ടിയിട്ട് കുറച്ച് പോകാൻ അനുമതി ഉണ്ടാവുള്ളൂ. ഇതൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ വന്ന് പൊക്കോണം, ഇല്ല പിന്നെ ഇതൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ സോജില പാസ്, മഞ്ഞുമല ഉണ്ട് അവിടെ മേളിൽ കണ്ടാ. അങ്ങനെ നമ്മൾ നമുക്ക് അങ്ങോട്ട് പോകാമേ. സോജില പാസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. സോജില പാസ് കയറി തുടങ്ങിയപ്പോൾ തന്നെ ട്രാഫിക് ബ്ലോക്കും അത്യാവശ്യമുണ്ട്. വലിയ വണ്ടികളൊക്കെ ഇഴഞ്ഞഴിഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ഈ ഇഴഞ്ഞഴിഞ്ഞുള്ള പോക്കും ട്രാഫിക് ബ്ലോക്കും ഒക്കെ ഒഴിവാക്കാനായിട്ട് ഇവിടെ ടണൽ പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ പട്ടാളം സിവിലിയൻസിന്റെ വണ്ടിയെല്ലാം പിടിച്ചിട്ടിട്ട് ട്രക്കുകളും പട്ടാളത്തിന്റെ വണ്ടികളൊക്കെ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ് സോജില പാസിന്റെ മുകളിലേക്ക്. ബാക്കിയുള്ള വണ്ടികളെല്ലാം ഇവരിവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അവരുടെ എന്തൊക്കെയോ ഫോർമാലിറ്റീസ് ആണെന്ന് തോന്നുന്നു. രണ്ട് സൈഡിലുള്ള വണ്ടികൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പൊടി ഗൈസ്,
പൊടിയാണ് മൊത്തത്തിൽ. കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ സോജില പാസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. സോജില പാസ് കയറുമ്പോൾ എതിർദിശയിൽ വരുന്ന വണ്ടികളും നമ്മളും എല്ലാവരും കൂടെ ആയിട്ട് ഇങ്ങനെ അൽകുൽത്ത് സോജില പാസ് കയറ്റമാണ്. എനിക്ക് തോന്നുന്നു 1-2 വർഷത്തിനുള്ളിൽ എന്താ പറയുക ഇല്ലാണ്ടായി പോകുന്ന ഒരു പാസ്സായിരിക്കും ഈ സോജില പാസ് എന്ന് പറയുന്നത്. സോജില പാസിലെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ നമ്മൾ മന്ദം പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഹെയർപിൻ കേവുകൾ കയറി തുടങ്ങി. ഈ ലോറികളൊക്കെ ഈ പൊട്ടിപ്പൊളിഞ്ഞ വഴിയിലൂടെ കഷ്ടപ്പെട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പ് എത്തിയോ? ഇല്ലല്ലേ, എത്തിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ഇതിനു മുമ്പ് ഒരു തവണ ഞാൻ എക്കോ സ്പോട്ടായിട്ട് വന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഈ വഴിക്കൊക്കെ ഞാൻ പെട്ട് കിടന്നാണ്. റോഡൊക്കെ പൊളിഞ്ഞ് ഇവിടെ ഒരു അമ്പലമില്ലേ എന്തോ ഒരു ഇല്ലേ മേളില്, അതിൻ്റെ അടുത്തൊക്കെ ഫുള്ള് മഞ്ഞൊക്കെ ആയിരുന്നു, ഐസൊക്കെ ആയിരുന്നു ഈ ഭാഗത്തൊക്കെ കംപ്ലീറ്റ്. അത്തരത്തിലുള്ള ശരിക്കും ഭയങ്കര ദുർഗണം പിടിച്ചൊരു വഴിയാണ് കേട്ടോ. ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് പാസ്സാണത് ഗൈസ്. അങ്ങനെ നമ്മൾ സോജില പാസിന്റെ മുകളിൽ എത്തിയപ്പോഴത്തേക്കിനും ഇവിടെ ഈ കാണുന്നതൊക്കെ ഐസാണ് കണ്ടോ. ഐസ് ഉരുകി വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഋഷി ഉറങ്ങിപ്പോയി. ഋഷി ആ സമയപ്പോഴത്തേക്കും ഉറങ്ങിപ്പോയി. ചെളി പിടിച്ച ഐസാണ് ഇവിടൊക്കെ. നമ്മൾ സോജില പാസിന്റെ മുകളിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ എല്ലാം പട്ടാളക്കാർ വണ്ടി തടഞ്ഞിട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. കാരണം ഇവരുടെ വണ്ടി പോകുന്നതിന്റെ ഭാഗമായിട്ട് ഇടക്കിടക്ക് വണ്ടി തടയുന്നുണ്ട്. നമ്മൾ അങ്ങനെ സോജില പാസ് കയറി 0 പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. നമ്മളിപ്പോൾ ഏകദേശം 12,000 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 11,649 ഫീറ്റ് ഉയരം, അത്ര ഉയരത്തിലാണുള്ളത്. നമുക്കിവിടെ കാർഗിലിലേക്ക് 96 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ബോർഡ് കാണാൻ സാധിക്കും. അടിപൊളി. ഇവിടെയൊക്കെ കുറേ ബോർഡുകളൊക്കെ പുതിയതായിട്ട് വെച്ചിട്ടുണ്ടല്ലോ. PRO വെൽക്കംസ് ടു സോജില എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. മൊത്തം പട്ടാളക്കാരാണ് ഗൈസ്. എവിടെ നോക്കിയാലും പട്ടാളക്കാരാണ്. ഞാൻ ചൈനയിൽ പോയപ്പോൾ പോലും ഇത്രയും പട്ടാളക്കാരെ കണ്ടിട്ടില്ല. നമ്മൾ ഷിൻജിയാങ്ങിൽ പോലും കണ്ടിട്ടില്ല ഇത്രയും പട്ടാളക്കാരെ. എന്തൊരു പട്ടാളക്കാരാ. നമ്മളിപ്പോൾ ഒരു മിനാമാർഗ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തി. ഇനി നമ്മൾ ദ്രാസ് എത്തും. ദ്രാസിലാണ് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലവും പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്നത്. ഇവിടെ പോലീസ് ചെക്ക് പോസ്റ്റിൽ നമ്മൾ പോയിട്ട് പേരും സംഭവങ്ങളൊക്കെ എഴുതി കൊടുക്കണം. ടോയ്ലറ്റ് അവൈലബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പച്ചക്കറിക്കടയും സമോസ കിട്ടുന്ന കടകളും അങ്ങനെയുള്ള പല സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും. ആൾക്കാരിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ഇവിടെ. ഞാൻ അവിടെ പോയപ്പോൾ അവിടെ ആൾക്കാരിരുന്ന് നൂഡിൽസൊക്കെ കഴിക്കുന്ന ശ്വേത. എനിക്ക് നൂഡിൽസ് കഴിക്കാൻ തോന്നുന്നു. പക്ഷെ നൂഡിൽസ് കഴിക്കണമെങ്കിൽ കുറച്ച് തണുപ്പ് വേണം. ഇത് തണുപ്പില്ല. നമ്മൾ 10-12,000 അടി ഉയരത്തിൽ വന്നിട്ട് തണുപ്പില്ല. അയ്യോ, ഞാൻ ഒന്ന് കിതച്ച കേട്ടോ. പുറത്തിറങ്ങി തിരിച്ചു കയറി വന്നപ്പോഴത്തേക്കിന് വെള്ളം കുടിക്കണം, വെള്ളം. അങ്ങനെ നമ്മൾ ആ ഒരു സോജില പാസ് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് വെച്ചാൽ കുറച്ചൊക്കെ ഇറങ്ങി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും നല്ല റോഡായി. നമ്മളിപ്പോഴും 10,500 അടി ഉയരത്തിലാണ്. ഏകദേശം 10,000 അടി ഉയരത്തിൽ തന്നെയാണ് ഉള്ളത്. ശരിക്കും ഇവിടെയൊക്കെ നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ മഞ്ഞ് കാണേണ്ടതാണ്. പക്ഷേ ഉണങ്ങിക്കിടക്കുന്ന മലകൾ മാത്രമാണ് കാണുന്നത്. മഞ്ഞിന് പകരം അവിടെ ഇവിടെയൊക്കെ പച്ചപ്പും മഞ്ഞുരുകി വരുന്ന വെള്ളങ്ങളൊക്കെ കാണാൻ സാധിക്കും. വേറെ മഞ്ഞിൻ്റെ ഒരു അംശം പോലും എവിടെയും കാണുന്നില്ല. കാർഗിൽ പറഞ്ഞ സമയത്ത് ഷെല്ല് വീണ് പൊട്ടിപ്പോയത് ആക്രമണത്തില് പൊട്ടിക്കുക പോയേക്കുന്ന മതിലാണ്. പക്ഷെ അതിപ്പോഴും ഇങ്ങനെ നടക്കുന്നുണ്ടോ? റിപ്പയർ ചെയ്തിട്ടില്ല? അറിയില്ല. മതിൽ കെട്ടിയേക്കുന്നത് അവിടുന്ന് പാകിസ്ഥാനിൽ നിന്ന് ഈ ഹൈവേ കാണാതിരിക്കാനാണ്. ഓ ഓ ഓ ഓ ഓ അങ്ങനെയൊക്കെ ഉണ്ടാവും. ശരിക്കും നമ്മളിപ്പോ പോകുന്നത് ഈ കാണുന്ന മലനിരകൾക്കപ്പുറം പാകിസ്ഥാനാണ്. അതായത് പാക് ഒക്യുപ്പൈഡ് കശ്മീരാണ് ശരിക്കും ഈ മലകൾക്കപ്പുറം എന്ന് പറയുന്നത്. നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ അറിയാം നമ്മൾ വളരെ നിയർ ബൈ ആയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആ ഒരു POK എന്ന് പറയുന്ന ഏരിയ നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്ന രീതിയിൽ അത്രയും ക്ലോസ് ആയിട്ടാണ് പോകുന്നത്. ഈ മലകളിലാണ് യുദ്ധം നടന്നത്. അന്ന് കാർഗിൽ വാറൊക്കെ നടന്നത് ഈ കാണുന്ന ഇതിൻ്റെ ഇപ്പുറത്തുള്ള ഈ കാണുന്ന മലനിരകളിലാണ്. അപ്പോൾ ആ ഒരു പ്രദേശത്തൂടെ പോകുമ്പോഴത്തേക്കിനും നമുക്ക് കാർഗിൽ വാർ മെമ്മോറിയലും ബാക്കിയുള്ള പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. നമ്മളിപ്പം ദ്രാസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ദ്രാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ കാണുന്ന ബി മെഡോസ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ നമ്മൾ INB ട്രിപ്പിൽ വന്ന സമയത്ത് നമ്മൾ താമസിച്ചിട്ടുണ്ട്. നല്ല ഹോട്ടലായിരുന്നു, നല്ല റൂംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് എന്തായാലും ഇറ്റ്സ്
ടൈം ഫോർ എ ലഞ്ച് ബ്രേക്ക് 2:45 PM. നമുക്ക് എന്തെങ്കിലും മമ്മം കിട്ടുമോ എന്ന് നോക്കാം. എന്റെ കാലും മരവിച്ചു, എനിക്ക് നടക്കാൻ തോന്നുന്നില്ല. ഇറ്റ്സ് ഓക്കെ, സാരമില്ല. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റുകൾ, അടിപൊളി. ലഡാക്കിൽ ഇതൊക്കെ പുതുമയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഫസ്റ്റ് ടൈമൊക്കെ ലഡാക്കിൽ വരുമ്പോഴത്തേക്കിന് കുഴിക്കക്കൂസുകളായിരുന്നു പല സ്ഥലത്തും, ടെമ്പററി സെറ്റപ്പുകൾ. അതിൽ നിന്നൊക്കെ എത്ര മാറി ലഡാക്കിപ്പോൾ. അങ്ങനെ ലഡാക്കിൽ വന്നിട്ട് നമ്മൾ നൂഡിൽസ് വാങ്ങിച്ചിരിക്കുകയാണ്. ഞാൻ ചിക്കൻ നൂഡിൽസ് വാങ്ങിച്ചു വിത്ത് ചിക്കൻ 65. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ കുറേ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. വിശന്നിരുന്നുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നൂഡിൽസും ഫ്രൈഡ് റൈസും പൊറോട്ടയും, അല്ല പൊറോട്ട അല്ല, എന്തെന്നത് ഗാർലിക് നാന്, ചില്ലി ചിക്കനൊക്കെ വാങ്ങിച്ചായിരുന്നു. ബിരിയാണി ഒഴികെ ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. ദ്രാസിൽ നിന്നും ഞങ്ങൾ ഡി മെഡോസ് ലഡാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാനാണ് ഓടിക്കുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോഴാണ് ഒരു GST റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം എനിക്ക് മനസ്സിലായത്. എനിക്കറിയില്ലായിരുന്നു. അതായത് സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റ് ഭക്ഷണം കഴിക്കാൻ കയറുമ്പോൾ 5% GST അല്ലേ കാണുന്നത്. ഇത് ബില്ല് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കിന് 18% GST എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇതെന്താ 18%. പിന്നെയാണ് മനസ്സിലായത്, ഈ ഹോട്ടലുകളുള്ള റെസ്റ്റോറൻറ്റുകളിൽ ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ 5%, പിന്നെ 8%, 18% എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് GST ചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് 18% GST. നമ്മളെല്ലാം കൂടെ കഴിച്ചത് എത്ര? 2,700 രൂപ. അതിൽ നമ്മൾ 400 രൂപ ഗവൺമെൻറ്റിനും കൊടുത്തു GST ആയിട്ട്. പെട്രോളിനൊക്കെ വാങ്ങുന്നുണ്ട്, പോട്ടെ. ഭക്ഷണത്തിനൊക്കെ ഇത്രയും GST വാങ്ങുന്നത് കൂടുതലാണ്, പോട്ടെ, സാരില്ല. ഇത്രയും പച്ചപ്പുണ്ടായിരുന്നു ഇവിടെ. ഇത് നമ്മൾ ഇത്രയും ആൾട്ടിറ്റ്യൂഡിൽ ഇത്രയും പച്ചപ്പുള്ള സ്ഥലം ഞാൻ ശരിക്കും കണ്ട് ഞെട്ടിപ്പോയി. നോക്കി, ഞാൻ ഇത്രയും പച്ചപ്പിൽ, നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇത്രയും പച്ചപ്പില്ലല്ലോ, അതുകൊണ്ടായിരുന്നു. ഭയങ്കര പച്ചപ്പ്, എന്ത് ഭംഗിയാന്ന് നോക്കിയേ. താഴെ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നു, പല സ്ഥലത്തും കൃഷികൾ, അത് ഇതൊക്കെ ആയിട്ട് എന്ത് രസമാണ്. മഞ്ഞ കളറിലെ ഇലക്ട്രിക് ബസ്സുകളൊക്കെ ഗവൺമെൻറ് ഓഫ് ലഡാക്കിൻ്റെ ബസ്സുകൾ. അതായത് ദ്രാസിൽ, അതായത് കാർഗിൽ വാർ മെമ്മോറിയലൊക്കെ ഉള്ള ദ്രാസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെയൊക്കെ ഇലക്ട്രിക് ബസ്സുകൾ, ലൈൻ ബസ്സുകൾ വരെ, പബ്ലിക് ട്രാൻസ്പോർട്ട് വരെ വന്നു തുടങ്ങി. ഒരു കുന്തോ ഇല്ലാതിരുന്ന നാട്ടിലാണ് ഇപ്പോൾ ഇവിടെ എന്തോരം മാറ്റങ്ങളാണ് സത്യം പറഞ്ഞാൽ വരുന്നത്. പോകുന്ന വഴിക്ക് മലയുടെ മേളിലൊക്കെ ഇതുപോലെയുള്ള ഒരു ടൈപ്പ് മരം നിൽക്കുന്നുണ്ട്. ഇത് ചെറിയ മരം പോലെയാണ്, മുള്ളുള്ള ഒരു വൈൽഡ് റോസ് ഗണത്തിൽപ്പെടുന്ന ഒരു സാധനമാണിത്. കണ്ടോ, ആ ഒരു വൈൽഡ് റോസിൻ്റെ മണം ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ശരിക്കും ഈ ഒരു ലഡാക്കിൽ ഭയങ്കര ഒരു വലിയ ഫ്ലോറ ആൻഡ് ഫോന ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ചെടികളും, പ്രത്യേകിച്ച് സമ്മറിൽ വരുമ്പോഴാണ് നമുക്കതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലതരത്തിലുള്ള ഇത് കണ്ടില്ല, ഇതിവിടെ കാണാൻ പറ്റുന്നൊരു മഞ്ഞ കളറിലെ ചെടി, ഇത് നമ്മുടെ 4 മണിപ്പൂവ് പോലെ ഇത്തരത്തിലുള്ളൊരു വെള്ള കളറിലെ പൂവ്. ഇങ്ങനെ ഇൻഡെപ്തായിട്ട് ഡീറ്റെയിൽഡായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള പല പല സംഭവങ്ങൾ കാണാൻ സാധിക്കും. താഴേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് സിന്ധു നദിയുടെ ഒരു ട്രൈബ്യൂട്ടറി ആണ് ശരിക്കും ഇത് ഈ മലകളിൽ നിന്നൊക്കെയുള്ള, ഇപ്പോഴും അതിൻ്റെ മേളിലൊക്കെ കുറച്ച് മഞ്ഞൊക്കെ കാണാം. അത്തരത്തിലുള്ള മഞ്ഞ് മലകൾ ഉരുകി വരുന്ന വെള്ളമാണ് ശരിക്കും, മിനറൽ റിച്ച് വാട്ടറാണ് നമുക്ക് ഇതിലൂടെ ഈ ശക്തമായിട്ട് ഒഴുകി പോകുന്ന കാണുന്നത്. വെള്ളം ഒഴുകുന്ന ശബ്ദം കേട്ടോ, അതിഭയങ്കരമായിട്ടുള്ള ഒഴുക്കാണ് ഈ ഒരു ഭാഗത്ത്. എനിക്ക് ഈ ഒരു ചെടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ നിൽക്കുമ്പോഴത്തേക്കിനും ഇതിൻ്റെ ഒരു മണം ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ഇങ്ങനെ പരക്കുന്നുണ്ട്. ഇതിൻ്റെ ഇച്ചിരി മുള്ളെൻ്റെ കാലയിലൊന്ന് ഒരഞ്ഞിത് കണ്ടോ നോക്കി, മുള്ളൊരിഞ്ഞ് നല്ല മുള്ളുണ്ട്. മുള്ളെന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ല നോക്കി, അതിൻ്റെ അറ്റത്തേക്ക് പോകുമ്പോൾ കാണാം. കണ്ടോ, നമ്മളെ റോസാ ചെടി പോലെയല്ല, അതിലും കൂർത്ത മുള്ളാണ് ഇതിലുള്ളത്, അതിലും അടിപൊളി മുള്ള്. ആ പൂവിനും നല്ല മണമുണ്ട്. ഉണ്ടോ, ചൂട് കാരണം ആരും വരും വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. എന്നോ കഷ്ടം വന്നു. നിങ്ങൾക്ക് ആർക്കും പുറത്തൊന്നും ഇറങ്ങണ്ടല്ലേ, എല്ലാവരും ചൂടത്ത് ഇങ്ങനെ വണ്ടിക്ക് തിരിക്കുക, ഇങ്ങനെ ചെറിയും കഴിച്ചോണ്ടിരുന്നു. അവിടെ എന്താ പരിപാടി? പൂവിന്റെ പേരാണ് സിയ. അതാണ് അതിന്റെ പേര്. ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടം, സിയാച്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂവിന്റെ കൂട്ടം എന്നാണ്. ശരിയാ, നമ്മൾ കഴിഞ്ഞ തവണ സിയാച്ചിൻ പോയപ്പോ അതിനെപ്പറ്റി പറഞ്ഞായിരുന്നു അല്ലേ, അത് ഞാൻ മറന്നുപോയി. സിയാ ചെടികളുള്ള കൂട്ടം അല്ലേ, വൈൽഡ് റോസ്. ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കിനും പച്ചപ്പൊക്കെ പോയി തുടങ്ങി. മൊത്തം ഉരുളം കല്ലുകളും പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ്. പച്ചപ്പ് ഇപ്പൊ വിരളമായി തുടങ്ങി. വിരളം. നമ്മള് കാർഗിലെത്താറായി. ഈ ശ്രീനഗർ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓടി തീരുമല്ല. അതുകൊണ്ട് ഇനിയും ലേയിലേക്ക് 225 കിലോമീറ്റർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. ഓടി മതിയാവാത്ത ഒരു റൂട്ടാണ് ഗൈസ് ഇത്. എല്ലായിടത്തും കാശ് കൊടുക്കണം അല്ലേ? ആണോ?
ഇവിടെ 100 ഇതൊന്നടേ ഇത് ആ ഒന്ന് ലേ വരെ പോണെങ്കിൽ എത്ര രൂപയാണ് എൻട്രി ഉണ്ടോ ആ ഓക്കെ എൻട്രി ഉണ്ടോ ഇത് ഇമ്മാർക്ക് അവിടെ ഇരുന്ന് നമ്പർ എഴുതി എടുത്താൽ പോരെ അല്ലേ അല്ല ശ്രീനഗറിൽ നിന്ന് ലേ വരെ പോകണമെന്നുണ്ടെങ്കിലേ സോറി ഗൈസ് ഞാൻ ഇപ്പുറത്തേക്ക് മാറി എനിക്ക് മതിയായി ശ്രീനഗറിൽ നിന്ന് ലേ വരെ പോകണേ എത്ര രൂപ എന്നറിയാം ടോള് കൊടുക്കേണ്ടത് ഇപ്പൊ തന്നെ ടോളല്ല ഇത് ടോളാണെങ്കിൽ പിന്നെയും കൊള്ളാം ഇത് ടോളിന്റെ പേര് പിരിക്കുകയാണെങ്കിൽ പിന്നെ നല്ലതായിരുന്നു ഇത് ഇതിപ്പോ ഇടയ്ക്ക് പുതിയൊരു മുനിസിപ്പാലിറ്റി വന്നാൽ അവരും പിരിച്ചു തുടങ്ങുമല്ലോ 100 രൂപ വെച്ച് ഓരോ മുനിസിപ്പാലിറ്റി എത്തുമ്പോഴും 100 രൂപ വെച്ച് എന്തിനാന്ന് എനിക്ക് അറിയത്തില്ല വെറുതെ പിരിക്കുക നമ്മൾ എറണാകുളത്ത് നിന്ന് വിടുമ്പോഴത്തേക്കിനും നമുക്ക് ആലോ എത്തുമ്പോൾ 100 രൂപ പിരിക്കും പിന്നെ അങ്കമാലി എത്തുമ്പോൾ അങ്കമാലിക്കാർ 100 രൂപ പിരിക്കും പിന്നെ ചാലക്കുടിക്കാർ 100 രൂപ പിരിക്കും എന്നൊക്കെ പറയുന്നത് വാഗമൺ ഉണ്ടല്ലോ ആ പരിപാടി ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ എണ്ണന്നറിയില്ല ഉണ്ടായിരുന്നു വാഗമണ് പോകുന്നവര് അവിടെ കൊടുക്കണം പൈസ എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടി അത് ഞങ്ങളൊന്ന് ഡീസൽ അടിക്കാൻ വേണ്ടി നിർത്തിയാണ് ഡീസൽ അടിക്കാൻ വേണ്ടി നിർത്തിയപ്പോഴത്തേക്കിനും ഇവിടെ മുമ്പിൽ നമ്മുടെ നദി ആ നദിയിൽ വെള്ളം ഒഴുകുന്നത് കണ്ടോ നിങ്ങൾ അതായത് എന്ത് സ്പീഡിലാണ് വെള്ളം ഒഴുകുന്നതെന്ന് നോക്കിയേ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ കാണിച്ചു തരാം സൂം ചെയ്ത് കാണിച്ചു തരാം നോക്കിക്കോണേ അതായത് അത്ര ശക്തിയായിട്ടാണ് വെള്ളം ഒഴുകുന്നത് അയ്യോ ആ പോകണം നീ അങ്ങ് പോവും പിന്നെ കിട്ടൂല നിന്നെ ഞങ്ങൾക്ക് ഒഴുകിപ്പോവും ഡേഞ്ചറാ ഇത് ഭയങ്കര ഒഴുക്കാന്ന് നോക്കി ആ വെള്ളത്തിൻ്റെ കളറൊക്കെ നോക്കി ഓ ഇവിടെയുള്ള പല നദികളിലും ഇത്തരത്തിലുള്ള കാഴ്ചകളാണ് ഞാൻ കണ്ടത് ഓ ഇവിടെ ഒരു പാലമുണ്ട് സുധീഷ് ഇവനെ ഒന്ന് പിടിച്ചേ ആ എൻ്റെ ദൈവമേ ഇത് എന്തോന്നടി ഇത് ഈ പാലം എങ്ങാനും പൊട്ടി വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് ശ്രീനഗറിൽ പോയേ കിടക്കുള്ളൂ അത്ര ഒഴുക്കായിരിക്കും ബ്രോ വേണ്ട പേടിയാവുന്നത് അയ്യോ എന്തൊഴുക്കാൻ നോക്ക് ശരിക്കും കുത്തി ഒലിച്ച് വെള്ളം വരുന്ന പോലെ അല്ലേ ഇത് ഭയങ്കരട്ടോ കണ്ടോ പോണോ വെള്ളത്തില് ഇറങ്ങണോ വേണ്ട അങ്ങനെ കാർഗിൽ ഔട്ട്സ്കേർട്സിൽ നിന്നും നമ്മൾ ഒരു ഡൈവേർഷൻ എടുത്ത് ഒരു ചെറിയൊരു വഴിയിലൂടെ ആര്യൻ വാലി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആര്യൻ വാലിയുടെ ശരിക്കുള്ള പേരെന്ന് പറയുന്നത് ദാ എന്നാണ്, DAH അല്ലെങ്കിൽ ദാ ഹാനു റീജിയൺ എന്നാണ് പറയുന്നത്. ആര്യൻ വാലിയിലേക്കുള്ള യാത്രയാണ്. ആര്യൻ വാലി ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ ഞാൻ പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം. ചെറിയൊരു ഇടുങ്ങിയ വഴി, ഗ്രാമങ്ങൾക്ക് നടുവിലൂടെയുള്ള ആ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ ശരിക്കും നമ്മളിപ്പം പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണേൽ പറയേണ്ടിയിരിക്കുന്നു. ഏതൊരു പുതിയ റോഡൊക്കെ പണിയുന്നുണ്ട് നോക്കി, അടിപൊളി. ബത്താലിക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബത്താലിക്, പിന്നെ ഹംബ് തിംഗ്ല, കൽസി 125 കിലോമീറ്റർ. ഈ വഴിക്കും ലേയിലേക്ക് പോവാട്ടോ. ഇതെന്താണ് ഇവിടെ എല്ലാം റോഡ് പണിതുകൊണ്ടിരിക്കുന്നുണ്ടോ? അടിപൊളി, ഗംഭീര സംഭവം കേട്ടോ. കിഡിലൻ റോഡായല്ലോ ഇപ്പോൾ. ബത്താലിക് എന്താ പറഞ്ഞേ? ബത്താലിക്കിലും പണ്ട് കാർഗിൽ വാർ നടന്ന സമയത്തെ ഭയങ്കര യുദ്ധം നടന്ന ഏരിയകളാണ്. ആണോ? നമ്മള് കാർഗിൽ അങ്ങ് ദൂരെ നമുക്കിപ്പോൾ കാണാം. എനിക്ക് താഴെ ചെറുതായിട്ട് ഇങ്ങനെ മുട്ടുകൾ പോലെ വീടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഓരോ ഭാഗത്തും ഓരോ ടൈപ്പ് മൗണ്ടൻസ്, നല്ല അടിപൊളി റോഡ്. ഇത്ര നല്ല റോഡ് ഇവിടുത്തെ ശ്രീനഗർ ലേ ഹൈവേ അല്ലാതെ വേറെ ഉണ്ടെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരു പാസ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. കയറി മേപ്പോട്ട് പോകുന്ന വഴിക്കെല്ലാം ഇവിടെ എല്ലാം പച്ചപ്പാണ്. ഈ സ്ഥലം ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. ശരിക്കും ഒരു ഡ്രോണൊക്കെ ഉണ്ടായിരുന്നെങ്കിലല്ല, ഡ്രോൺ കൊണ്ടുവന്നിട്ടില്ല. ഡ്രോൺ പറത്താൻ പറ്റുമായിരുന്നെങ്കിൽ ഇവിടുത്തെ ആ ഒരു ആബ്സല്യൂട്ട് ബ്യൂട്ടി ജനങ്ങൾക്ക് കാണിച്ചു തരായിരുന്നു. ഈ ഒരു ക്യാമറ കണ്ണിൽ എനിക്ക് ഇതൊക്കെ പകർത്താനായിട്ട് വളരെയധികം പരിമിതമായ എന്താ പറയുക സാഹചര്യങ്ങളാണുള്ളത്. കാരണം ഇവിടെ ഡ്രോൺ പറത്താനായിട്ട് ഇപ്പോൾ നിലവിലിപ്പോൾ ലഡാക്കിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും ബോർഡർ റീജിയനിലെല്ലാം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം ആ ഒരു പഹൽഗാം അറ്റാക്കിന് ശേഷം ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പറത്താൻ വയ്യ, പേടിയാ, റിസ്ക് എടുക്കാൻ വയ്യല്ലോ. ഞാനൊരു ചെറിയൊരു മയക്കത്തിലേക്ക് പോയായിരുന്നു. ഞാൻ ഈ ഓൾട്ടിറ്റ്യൂഡ് കയറിയിട്ടേ എൻ്റെ ചെവി അടഞ്ഞാൽ എനിക്ക് ഒരു ബ്രീത്തിങ് ട്രബിൾ പോലെ, ശ്വാസം മുട്ട് പോലെ. ഞങ്ങളങ്ങനെ ആര്യൻ വാലി പോകുന്ന വഴിക്കുള്ള ഒരു പാസ് കയറി.
നിങ്ങൾ ബൈക്കും കൊണ്ടൊക്കെ ലഡാക്ക് വരികയാണെങ്കിൽ സാധാരണ ലേയിലോട്ട് പോകുന്ന വഴി സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു ആര്യൻ വാലി റൂട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കുറച്ചും കൂടെ വളവും തിരുവുള്ള നല്ല അടിപൊളി ചെറിയ കിടിലം വഴികളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇവിടെ മേളിലൊരൊറ്റ കടയുള്ളൊരു ചായക്കട. ആ ചായക്കടയിൽ ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണ്. കുറേ ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ ഉണ്ട്, പിന്നെ ലോക്കൽസ് ഉണ്ട്. ടൂറിസ്റ്റുകൾ കുറവ്, ലോക്കൽസാണ്. ഋഷിബ ബത്താലിക്കിലേക്ക് പോകുന്ന വഴിക്കുള്ള ബത്താലിക് പാസിൻ്റെ മുകളിൽ എത്തിയപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. എനിക്ക് ഭയങ്കര കിതപ്പ്, വണ്ടിക്കകത്തിരുന്ന് തന്നെ കിതക്കി വരുന്ന ഞാൻ. എന്നിട്ട് എനിക്ക് ഇവിടെ ഇറങ്ങി ഇവിടെ നിർത്തിയപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര അപ്പിടാനുള്ള ശങ്ക. അപ്പോൾ എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാൻ പറ്റില്ല. പുറകിൽ ഒരു മറ ഉള്ള സ്ഥലം ഉണ്ടായിരുന്നു. ഞാൻ പോയി നോക്കിയപ്പം വലിയൊരു കുഴി. അപ്പോൾ ഒരു കഥ ഉണ്ടായിരുന്നു. പിന്നെ താഴെ വന്ന് ഒരു മിനറൽ വാട്ടർ വാങ്ങിച്ചുകൊണ്ട് അവിടെ വേറെ ഒന്നുമില്ല, ഇവിടെ വേറെ വെള്ളമൊന്നുമില്ല. ഈ പായത്തിൻ്റെ മേളിൽ തന്നെ ആയിട്ടാണ്. എന്നിട്ട് പോയിട്ട് കാര്യം സാധിച്ചിട്ട് വന്ന് ചായ കുടിക്കുകയാണ്. ശങ്കയാണെങ്കിൽ പിന്നെ കുഴിക്കക്കൂസാണെന്നൊന്നുമില്ല, പിന്നെ ഇതുപോലെ വിജനമായ സ്ഥലമാണെന്നൊന്നുമില്ല. നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യും. നിങ്ങൾ പിന്നെ മലയും കുന്നും കയറാൻ പോകുമ്പോൾ എങ്ങനെയാ, അതെങ്ങനെയാ പരിപാടി? പാറയുടെ പുറകില്. അപ്പൊ കുളിക്കാനൊക്കെ പിന്നെ വെള്ളം ഉണ്ടാവും അല്ലേ? കുളിയൊക്കെ ചെയ്യും? ഇല്ല. ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോ പോകുമ്പോ അത്യാവശ്യം 1, 3, 4 ദിവസമൊക്കെ ഉള്ളൂ. അപ്പൊ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയപ്പോ എങ്ങനെയായിരുന്നു? അവിടെ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ? ഉണ്ട്. നിങ്ങൾ അന്ന് ഇറങ്ങി ലുക്കില്ലേ? ലുക്ല അതുപോലെ തന്നെയാ ബാക്കി മേളിലുള്ള സ്ഥലങ്ങൾ. ലുക്ല പോലെ തന്നെ വലിയ ഹാർഡ് അല്ലല്ലേ ശരിക്കും? അത്രയും കൂടുതൽ ഒരു ഹോട്ടൽസ് ഇല്ലെന്നേ ഉള്ളൂ. അങ്ങോട്ട് പോകുന്നതോറും എക്സ്പെൻസീവ് ആയി വരും. ഭയങ്കര എക്സ്പെൻസീവ് ഒന്നല്ല, അവിടുത്തെ പോലെയൊക്കെ തന്നെ. ഋഷി മാറിങ്ങോട്ട്. ഋഷി ഇവിടെ ഓടി നടക്കുക ശരിക്കും. ഇവരെ പോലെ ഇവരെ ചേട്ടൻ. आप लोग आर्यन है? आप लोग भी? ഓക്കെ ഓക്കെ. കാരണം ഇവരെ കണ്ടാൽ തന്നെ വ്യത്യാസമുണ്ട് അല്ലേ? दक्षिण गांव में मद्रास नहीं है, हम लोग केरला से. केरला केरला से. मलयालम बोलता है. ओके ओके ശരി. ഇവിടെ ഉള്ള ആൾക്കാരെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവരെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഇവിടുത്തെ ആൾക്കാരെ പോലെ അല്ല. ഇവർ ആര്യൻസ് ആണ്. ഇവരുടെ റേസ് എൻറ്റോലി ഡിഫറെൻ്റ് ആണ്. ഏകദേശം ഒരു 3000 മുതൽ 5000 ആൾക്കാർ മാത്രമേ ഈ ഭാഗത്ത് താമസമുള്ളൂ. ആ ആര്യൻ വാലി എന്നുള്ള പേര് തന്നെ കിട്ടിയത് ഇവിടുത്തെ ആളുകൾ ഇവരെ തപ്പി വന്ന് ടൂറിസം ഡെവലപ്പ് ആയതോടുകൂടിയാണ്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. അതായിരുന്നു ഗൈസ് ഞാൻ പോയ കുഴിക്കക്കൂസ്. എൻ്റെ അമ്മോ, ഇവിടെ എല്ലാം ഇത്തരത്തിലുള്ള പഴയ ടിപ്പിക്കൽ ലഡാക്ക് സ്റ്റൈലിലുള്ള വീടുകളും മറ്റുമൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. കരിങ്കല്ലിൽ മറ്റേ മണ്ണ് തേച്ച് സെറ്റാക്കിയിരിക്കുന്ന പരിപാടി. ഈ ആര്യൻസ് ഇവർ ബിസിനസ്സുകാരല്ലേ? കൃഷി, പിന്നെ ഇവിടെ കുറേ ആൾക്കാർ കൃഷി ചെയ്യുന്നവരുണ്ട്. കൃഷിയുണ്ട്, നൊമാഡിക് ലൈഫ്, ആടിനെ മേയ്ക്കുന്നവർ എല്ലാം ഉണ്ട്. എല്ലാ പരിപാടികളും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഭാര്യനെയും ഭർത്താവിനെയും പുറകിലാക്കി ഞങ്ങൾ വണ്ടി കൈയടക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ പോവും അല്ലേ? ഇത് ഭയങ്കര രസമുള്ള സ്ഥലം കേട്ടോ ഇത്. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ജോഷിനൊക്കെ ഒരു പ്രത്യേക കഥ എവിടെന്നോ കിട്ടിയായിരുന്നു പണ്ട്. എവിടുന്നാ? ഫ്രഞ്ചുകാരോ ജർമ്മൻകാരോ? എവിടുത്തുകാരാ? ജർമ്മൻകാര് പെമ്പിള്ളാര് ഇവിടെ ആര്യൻ വില്ലേജിൽ ആര്യൻസിനെ മെയ്റ്റ് ചെയ്യാൻ വേണ്ടി വരുമായിരുന്നു എന്ന് എവിടെന്നോ ജോഷിനൊക്കെ ഒരു കഥ കിട്ടി. അവിടെ ഉള്ള ആൾക്കാരോട് പ്യുവർ ആര്യൻ ബ്രീഡ് കിട്ടാൻ വേണ്ടി വരുമായിരുന്നു. എൻ്റെ പൊന്ന് ജോഷ്ന, ഇവിടെ ഈ കാണുന്ന ആര്യന്മാരെക്കാട്ടില് എന്ത് അടിപൊളിയാന്ന് അറിയോ ജർമ്മൻകാര്, അല്ല യൂറോപ്യൻസ്. അവരെ ഇട്ടിട്ട് ഇവിടെ വരുമോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എനിക്കറിയത്തില്ല കേട്ടോ. എന്തെങ്കിലും ആട്ടെ, നമുക്ക് നോക്കാം. നമ്മളങ്ങനെ ആ ഒരു കയറിക്കൊണ്ടിരുന്ന പാസിൻ്റെ പേര് ഇതാണ്. ഹംബുത്തിങ് ല എന്ന് പറഞ്ഞ പാസിനാണ് അർത്ഥം. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് UT ലഡാക്ക് ഹംബുത്തിങ് ല, അതായത് 13,350 ഫീറ്റ് ഉയരത്തിലാണ് ഈ ഒരു പാസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്താ സംഭവം എന്ന് എനിക്കത് മനസ്സിലാവുന്നില്ല. എന്തോ ഒരു സംഭവം അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു മെമ്മോറിയൽ പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ബുദ്ധിസ്റ്റ് ഫ്ലാഗ് കാണാം. പിന്നെ അങ്ങ് ദൂരെ സൂര്യൻ അസ്തമിക്കുന്നത് കാണാം. ഇവിടെ ഐ ലവ് ഇന്ത്യൻ ആർമി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബോർഡുണ്ട്. അതിന് മുമ്പിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് നമ്മളവിടെ വണ്ടി നിർത്തിയത്. പിന്നെ ഇവിടെ ഒരു സിഗ്നലിംഗ് സ്റ്റേഷനോ അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട്. പ്രസാർ ഭാരതി എന്നൊക്കെ പറഞ്ഞ് നടന്നു തോന്നുന്നു. അങ്ങനെ എന്തോ പരിപാടിയുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇവിടെ. അവിടെ ഒരു നമ്മുടെ എന്താ പറയുക, ഈ ഹംബുത്തിങ്ലയുടെ ഒരു ആൾട്ടിറ്റ്യൂഡിൻ്റെ ഒരു സ്തൂപമുണ്ട്, ഒരു സാധനമുണ്ട്. പിന്നെ അങ്ങ് ദൂരെ വിജനമായ മലനിരകൾ. അങ്ങനെ നമ്മൾ ഹംബുത്തിങ്ല പാസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹംബുത്തിങ്ല പാസ്. ഫോട്ടോ എടുക്കണ്ടേ? ഡാടാ കല്ലും പറക്കിക്കൊണ്ട് പോടാ വാടാ. തണുപ്പില്ലാന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാ. ഋഷിയെ ഇവിടെ വാടാ. നീ എവിടാ പോകുന്നേ? ലഡാക്കില് അടിപൊളി സ്ഥലം കേട്ടോ ഇത്. വലിയ തിരക്കൊന്നുമില്ലാത്ത ഒരു സിമ്പിൾ സ്ഥലം. ഹംബുത്തിങ്ല പാസ്. എന്താ
എന്താ സാധനം എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ കിതയ്ക്കുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ ആ പാസിൻ്റെ മുകളിൽ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ വണ്ടിയിലുണ്ടായിരുന്ന സുധീഷും ഋഷിയും കൂടെ താഴേക്കെങ്ങാണ്ട് നടന്ന് പോയിരിക്കുകയാണ്. ഋഷിക്ക് സുധീനെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഭയങ്കര എന്തോ ഒരു ഫ്രീഡം കിട്ടിയ പോലെയാണ്. നമ്മളിങ്ങനെ റെസ്ട്രിക്ട് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കിനും രണ്ടും കൂടെ നിൽക്കുന്ന കേട്ടോ അവിടെ. കൈ കാണിക്കൂ. ഹലോ ഗായ്സ്, ഞങ്ങൾ പോവാട്ടോ. ടാറ്റാ ടാറ്റാ. അവന് പ്രശ്നമൊന്നുമില്ല. ടാറ്റാ തരുന്ന. എവിടെ ആയിരുന്നടാ? നടക്കാൻ പോയതാണോ? ശരി. നമ്മൾ ആ പാസ് നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കിനും ഇവിടെ ഒരു ചെറിയൊരു ഗ്രാമം കാണാം. ലാലു കുലിച്ചാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മാപ്പിൽ നോക്കുമ്പോൾ കാണുന്നത്. നമ്മൾ ഇറങ്ങി വന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയോ വഴികളിൽ കൂടെ ഇറങ്ങി വന്നു. അവിടെ കുറച്ച് പച്ചപ്പും പിന്നെ കുറെ പഴയ വീടുകൾ കണ്ടില്ലേ, ശരിക്കും ബങ്കറുകളെ പോലെ തോന്നിക്കുന്ന വീടുകളാണ്. ഈ ഭാഗത്ത് നോക്കുമ്പോൾ മാത്രമേ കുറച്ച് വെളുത്ത നിറം കാണാൻ പറ്റുന്നുള്ളൂ. മേളിൽ നോക്കുമ്പോഴത്തേക്കിനും അതൊരിക്കലും വീടാണെന്നൊന്നും പറയില്ല. ലഡാക്കിന്റെ ഏത് മുക്കിനും മൂലയ്ക്കും പട്ടക്കാട്ടി പോയാലും എല്ലായിടത്തും 5G നെറ്റ്വർക്ക് ഉണ്ട്. ഇപ്പം പണ്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ എവിടെ പോയാലും ഒന്നുകിൽ എയർടെൽ ഉണ്ടാവും, ഇല്ലേ ജിയോ ഉണ്ടാവും. ഇത് രണ്ടാണ് എൻ്റെ ഉള്ളത്. എല്ലായിടത്തും റേഞ്ചും ഉണ്ട്. നമ്മൾ ഇതുവരെ റേഞ്ചില്ലാത്ത സ്ഥലം കണ്ടില്ല അല്ലേ? ഈ കാണുന്ന സ്ഥലം കണ്ടോ? ഈ കരിങ്കല്ല് വെച്ചിരിക്കുന്നത് ഇത് ഇവിടുത്തെ ഒരു വീടാണ് കണ്ടോ. ഈ ഇതുപോലത്തെ വീടുകളാണ് നമുക്ക് അവിടെ അങ്ങ് ദൂരെ ആ ഭാഗത്ത് മലഞ്ചെരുവിലായിട്ട് കാണുന്നത്. എന്ത് രസമല്ലേ കാണാനായിട്ട്. പക്ഷെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരെ ഒന്ന് ആലോചിച്ച് നോക്കും. ആര്യൻ മുസ്ലിം വില്ലേജ് ആണ്. അതായത് ഇവിടെ ആര്യന്മാർ തന്നെ മുസ്ലിംസ് ആയിട്ടുള്ള ആര്യന്മാരും ഉണ്ട്, അതേപോലെ തന്നെ ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്ന ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള ആര്യന്മാരുടെ വില്ലേജുകളും ഉണ്ട്. അപ്പോൾ ഈ വില്ലേജ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിൽ സ്പ്ലിറ്റാണ്. ഇവർ നമ്മളോട് പറയും നമ്മൾ ബുദ്ധിസ്റ്റ്, നമ്മൾ ലഡാക്കികളല്ല, കശ്മീരികളല്ല, ഞങ്ങൾ ആര്യന്മാരാണെന്നൊക്കെ പറയും ഇവര്. അടിപൊളിയേ. താഴെ എത്തിയപ്പോഴത്തേക്കിന് നല്ല പച്ചപ്പ്. ഋഷി, ആ വീടൊക്കെ കണ്ടോ? നീ കണ്ടാ? ഇത്രയും അടി ഉയരത്തില്. ഇത് നെല്ലാണോ സുധി? അത് ഗോതമ്പ്. എന്താ സാധനം? എന്തൊക്കെയോ കൃഷികൾ വരെ ഇവരിവിടെ ചെയ്യുന്നുണ്ട്. നോക്കി, ശരിക്കും വിന്റർ ആകുമ്പോഴത്തേക്കിനും ഇവിടെ എല്ലാം സ്നോ വീട് മൂടത്തില്ലേ? വിന്റർ ആകുമ്പോൾ കംപ്ലീറ്റ് സ്നോ വീഴുന്ന സ്ഥലമാണ്. അവര് സമ്മറിൽ അവിടെ ഒക്കെ അവര് കൃഷി ചെയ്ത് അടിപൊളിയായിട്ട് എന്നിട്ട് അത് സ്റ്റോർ ചെയ്യും. ഇത്ര വിജനമായിട്ട് കിടക്കുന്ന ഒരു റിമോട്ട് ലൊക്കേഷൻ ആണെന്ന് നോക്കി. നമ്മളിപ്പോൾ കണ്ട ലാലുങ് വില്ലേജിലേക്കുള്ള വഴിയായിരുന്നു അത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും ഫർദർ മുന്നോട്ട് പോകും. മിക്കവാറും നമ്മൾ എത്തുമ്പോൾ ഇരുട്ടും. താഴെ നേരെയുള്ള വഴി കൂടെ നമ്മൾ പോകുമ്പോഴത്തേക്കും ഇത് കണ്ടില്ലേ, അപ്പുറത്തും ഇപ്പുറത്തും കുറേ മരങ്ങളൊക്കെ ആയിട്ട് ആ മരങ്ങൾക്ക് നടുവിലൂടെയുള്ള റോഡിലൂടെ നമ്മളിങ്ങനെ പോകുന്നു. അവിടെ ഇവിടെയൊക്കെ നിറച്ച് പൂക്കളുണ്ടായി നിൽക്കുന്നു. സമ്മർ ആകുമ്പോഴത്തേക്കിനും എത്ര പൂക്കളാണ് ഉണ്ടാകുന്നത് ഇവിടെയൊക്കെ. ഇത് കണ്ടോ, നമ്മൾ ഇറങ്ങി വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഫുള്ള് ഗ്രീനറി മാത്രമല്ല ആ പാറയുടെ ഷേപ്പ് കണ്ടോ, ബ്രെയിൻ്റെ സെൽസ് പോലെ ഉണ്ടല്ലേ. അതിന്റെ താഴെ അതുപോലെ ഉണ്ട്. അതിന്റെ താഴെ ബങ്കറുകൾ പോലെ വീടുകള്. ഭയങ്കര രസമാട്ടോ. അരുവിയുണ്ട്. എന്റെ പൊന്നു, താഴെ ഇറങ്ങി വന്ന് താഴെ ഇറങ്ങി വന്നിട്ടില്ല, ഇനി ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടെ താഴെ വണ്ടി ഇട്ട് കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടോ നോക്കി. ഞങ്ങൾ താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു സ്കൂള് കാണാം. ഇവിടെ ഭയങ്കര സൈലന്റ് ആണ്. അതായത് ഭയങ്കര സൈലന്റ് ആണ്. ലഡാക്ക് ജില്ല, നമ്മൾ ലേ ജില്ലയിലാണ് തന്നെ ഈ സ്ഥലം അല്ലേ? ലേ ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ്. ശരിക്കും ഇത് ലഡാക്കിൽ തന്നെയാണോ എന്നാണ് എനിക്ക് സംശയം. കാരണം അത്രയ്ക്ക് നമ്മളിപ്പോ ഒരു 10-20-25 കിലോമീറ്റർ ആയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 13,800 അടി ഉയരത്തിൽ കയറിയിട്ട് പിന്നെ നമ്മൾ എത്ര കിലോമീറ്റർ ഇറങ്ങുന്നുണ്ടെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇനി താഴെ ചെല്ലുമ്പോൾ ഞാൻ പറയാം എത്രയാണ് ആൾട്ടിറ്റ്യൂഡ് എന്നുള്ളത്. എന്നാലും ഭയങ്കര ഇറക്കം കേട്ടോ. ഞാൻ ഇത്ര ഇറക്കം സ്ഥിതി പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമ്മൾ ദൂരെ നോക്കുമ്പോൾ ഇത് ഇറങ്ങി തീർന്നു വിചാരിക്കും. ഇതൊന്നും ആയിട്ടില്ല, ഇനിയുണ്ട്. ദൈവമേ, എനിക്ക് തോന്നുന്നു ഇതൊക്കെ കണ്ടിട്ടേ ഇത് ഇവിടൊക്കെ വെള്ളം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ഇത് കണ്ടില്ലേ, ഈ വെള്ളമുള്ള സ്ഥലത്തല്ലേ ഇങ്ങനെയൊക്കെ കാണുള്ളൂ. ഇവിടുന്നൊക്കെ വെള്ളം ഇറങ്ങി പോയതായിരിക്കും. ഇതൊന്നിടേ ഇത് ഇത്രയ്ക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള വഴി ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ബൈക്കേഴ്സ് ഒക്കെ ഈ വഴിക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വേണം വരാനായിട്ട്. കാരണം ഭയങ്കര ഇറക്കമാണ്. ഞങ്ങൾ തന്നെ ഇപ്പം മാക്സിമം ബ്രേക്ക് ഔട്ടാതെ സെക്കൻഡ് ഗിയറിൽ ഇട്ടിട്ടാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ താഴെ വീണ് പോയി കിടക്കത്തേ ഉള്ളൂ. ബുദ്ധിസ്റ്റ് വില്ലേജുകളിലാണ്. അപ്പൊ നമ്മളിന്ന് ബുദ്ധിസ്റ്റ് വില്ലേജിലാണോ പോയി താമസിക്കുന്നത്? ഓക്കേ. നമ്മൾ ഇറങ്ങി തീരാത്ത ഒരു വഴിയാണ് ഇത്. ഇറങ്ങി നമ്മൾ പാതാളത്തിലേക്ക് എത്തുമോ എന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. അത്രയ്ക്ക് ഇറക്കമാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ആര്യന്മാരുടെ ബുദ്ധിസ്റ്റ് വില്ലേജിന്റെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്കൊരു എൻട്രൻസ് കാണാം.
നമ്മളിപ്പോ പാകിസ്ഥാൻ ബോർഡറിന്റെ ഒക്കെ അടുത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വഴി നോക്കി, ഇത് എന്താണ്, ഇത് കൊക്കയോ ഗർത്തവോ, ഇരുട്ടി നേരെ ഇരുട്ടാറോ. ഇതൊക്കെ നമ്മൾ കുറച്ചുകൂടെ നേരത്തെ വരേണ്ടതായിരുന്നു. ഇത് പക്ഷെ നമ്മൾ ലേറ്റായി, ലൈറ്റ് ഇട്ടിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം ഇപ്പൊ രാത്രി 8 മണിയായി. 8 മണിയായിട്ടും ഇരുട്ടാത്തോണ്ടാണ് നമുക്ക് കുറച്ചെങ്കിലും വെളിച്ചം കാണുന്നത്. ശേതാ നേരെ വണ്ടി അങ്ങ് പറപ്പിച്ചാലോ നമുക്ക് ആ നദിയിലേക്ക്. അടിപൊളിയായിരിക്കും. എന്റെ പൊന്നോ, ഒന്നും പറയണ്ട. ഇത് എന്തോന്ന് വഴിയാണ് ഇത്. ഇത്രയ്ക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയ്ക്ക് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു വഴിയിലൂടെ ഞാൻ ഈ സമീപകാലത്തൊന്നും വണ്ടി ഓടിച്ചിട്ടില്ല. ഇതിന്റെ ഒരു അന്തവും കുന്തവും ഇല്ലടേ. നമ്മള് താഴെ എത്തി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇത് കണ്ടിട്ട് പേടിയാവുന്നു. വീണ്ടും താഴെയാണല്ലോ നദി വരുന്നത്. താഴെ എത്തി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത് സിന്ധു നദിയാണല്ലോ അന്നേരം. പൊന്നെ, നമ്മളങ്ങനെ സിന്ധു നദിയിലേക്ക് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സിന്ധു നദിയുടെ സംസ്കാരം കാണാൻ പറ്റുമോ താഴെ ഇറങ്ങി പോയി കഴിഞ്ഞാല്? വെറുതെ തമാശ. അപ്പൊ ശരിക്കും ചൈനയിൽ നമ്മുടെ ഉംലിംഗ്ല പാസിന്റെ ആ വഴി കൂടെ ലഡാക്കിന്റെ സമീപത്തൂടെ, ലഡാക്കിനുള്ളിലൂടെ വന്ന് ഇങ്ങനെ ഈ ഭാഗത്തൂടെ ഒക്കെ ഒഴുകി പാകിസ്ഥാനിലെ ആ ഭാഗത്തേക്ക് പോകുന്നതാണ് നമ്മുടെ സിന്ധു നദി എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് ധാരാളം കൈവഴികൾ, നമുക്ക് സിന്ധു നദിയിലേക്ക് പോകുന്ന കൈവഴികളൊക്കെ ഉണ്ട്. എന്തായാലും അങ്ങനെ പേടിച്ച് വണ്ടി ഓടിച്ച് നമ്മളിപ്പോൾ ആ നദിയുടെ സൈഡിലേക്ക് വണ്ടി എത്തിച്ചിരിക്കുകയാണ്. അടിപൊളി. വളരെ ഇടുങ്ങിയ വഴി, ഒഴുക്ക് ഭയങ്കര ഒഴുക്കാണ്. ആ ഇടുങ്ങിയ വഴിയിലൂടെ നമ്മൾ ഇന്ന് താമസിക്കേണ്ട ഒരു ടെന്റ് സ്റ്റേ ഉണ്ട് ഇവിടെ മുമ്പിലെങ്ങാണ്ട്. ആ ഒരു ടെന്റ് സ്റ്റേയിലാണ് നമ്മൾ ഇന്ന് പോയി താമസിക്കാൻ പോകുന്നത്. വളരെ വിജനമായിട്ടുള്ള പ്രദേശമാണ്. അധികം ടൂറിസ്റ്റുകളൊന്നും വരാത്ത ഒരു ഓഫ് ബീറ്റ് ഡെസ്റ്റിനേഷനാണ് നമ്മളിപ്പോൾ പോകുന്ന ഈ ആര്യൻ വാലി എന്ന് പറയുന്നത്. എന്തായാലും അവിടേക്കാണ് നമ്മളിപ്പോൾ നമ്മുടെ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്തി തീരുന്നില്ല എന്നുള്ളതാണ് ആകെയുള്ളൊരു വിഷമം. ഞങ്ങളിപ്പോൾ ഏതിലേക്കൂടെ പോകുന്നതെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. വണ്ടിക്ക് പോലും അറിയത്തില്ല ഏത് വഴിയാണ് പോകുന്നത് എന്നുള്ളത്. ഒരു സൈഡിൽ കൂടെ സിന്ധു നദി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ആ സിന്ധു നദിയുടെ സൈഡിൽ കൂടെ ഉള്ള ഒരു പൊട്ടിപ്പൊളിഞ്ഞ വഴി കൂടെയാണ് പോകുന്നത്. ഏതൊക്കെയോ ഗ്രാമങ്ങളെത്തി എന്ന് മാത്രം മനസ്സിലായി. അപ്പുറത്തും മരങ്ങൾ കാണാം. അതിലുപരി വേറെ ഒന്നുമില്ല. ഒരു മനുഷ്യനെ പോലും എവിടെയും കാണാനില്ല. ഏത് പട്ടിക്കാട്ടിലേക്കാണ് പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. എന്താ സംഭവിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നത് വെള്ളം ഒഴുകുന്ന സൗണ്ടാണ്. ഇവിടെ താഴെ നദി കണ്ടോ? ഈ നദിയുടെ അപ്പുറത്ത് അവിടെ ഒരു വെളിച്ചം കണ്ടോ? അതാണെന്ന് തോന്നുന്നു നമ്മൾ ഇന്ന് താമസിക്കേണ്ട സ്ഥലം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് എങ്ങനെയാ പോകേണ്ടതെന്ന് തപ്പിപ്പിടിക്കേണ്ടതായിട്ട് വരും. ശ്രുതി ചോദിക്കാൻ പോയിട്ടുണ്ട്. അപ്പുറത്തല്ലേ? അതാണോ? നടന്നു പോണം അല്ലേ? വെരി ഗുഡ്. ഞങ്ങളങ്ങനെ ഇവിടെ റോഡിന്റെ സൈഡിൽ വണ്ടി നിർത്തി സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് അപ്പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്. ഈ നദി ക്രോസ് ചെയ്ത് ആ കാണുന്ന വെളിച്ചമില്ലേ, അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. അപ്പം ഇവരിപ്പോ വന്ന് നമ്മളെ കൊണ്ടാന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ രാത്രി താഴെ സ്റ്റെപ്പ് ഉണ്ടേ. രാത്രി പാതിരാത്രിയല്ല 9 മണിയായി. നമ്മൾ വരാൻ ലേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ആ തൂക്ക് പാലത്തിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്, ആർ യു ഗൈസ് എക്സൈറ്റഡ്? ഭയങ്കര എക്സൈറ്റ്മെന്റ് അല്ലേ? രാത്രി പാതിരാത്രിക്ക് നമ്മൾ എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കിയാൽ നിങ്ങൾ ഇത് കണ്ടോ? ഈ തൂക്കുപാലം ശരിക്കും പറഞ്ഞാൽ പേടിയാവുന്നുണ്ട്. പിന്നെ അവരൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, പേടിക്കണ്ട കേട്ടോ. ഇവിടെ എയർടെലിന്റെ പോസ്റ്റ് പെയ്ഡ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, വേറെ ഒന്നും വർക്ക് ചെയ്യില്ല. അങ്ങനെ നമ്മൾ രാത്രിയിൽ വി ആർ ഗോയിങ്. തടിപ്പാലത്തെ കയറിയിരിക്കുകയാണ്. തടിപ്പാലത്തിൽ ഇവിടെ കംപ്ലീറ്റ് ടിബറ്റൻ ഫ്ലാഗുകൾ നമുക്ക് കാണാം. വെള്ളം പോകുന്ന സൗണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി. എന്തിനാ പേടിക്കുന്ന? അപ്പ ഇല്ലേ കൂടെ? പേടിക്കണ്ട കേട്ടോ, അങ്ങള് വരും. ദൃശ്യാണിപ്പോ രാത്രിയില് നമ്മളിങ്ങനെ ആടുന്നു, ഈ പാലം ആടുന്നു. പേടിക്കണ്ട കേട്ടോ. അതെ, ഇവിടെ കണ്ടോ? ഇവിടെ താഴെ ഒരു കുഴിയൊക്കെ ഉണ്ട്, നോക്കിയേ. കുഴി നോക്കി നടക്കണേ, ഇല്ലെങ്കിൽ നദിയിലേക്ക് വീഴും. പക്ഷെ എന്റെ പൊന്നെ, പൊട്ടിപ്പൊളിഞ്ഞ പാലം നോക്കിയേ. ഇവിടെ എല്ലാം ഞാൻ കാണുന്നുണ്ട്, ഇവിടെ എല്ലാം കുഴിയാ, നോക്കിയേ. എന്റെ ദൈവമേ, ഋഷ കുഴി നോക്കണേ. ആ കുഴിക്കകത്ത് പോയി കാലിടരുതേ. സത്യം പറഞ്ഞാല് ഭയങ്കര ഒരു ഫീലാണ്, പേടിയാവുന്നുണ്ട്. ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേക്കിനും ഈ പാലം ഭയങ്കരമായിട്ട് ആടുന്നുണ്ട്. ഞങ്ങൾ ഇവിടേക്കുള്ള ആ ഒരു ഡ്രൈവ് പോലും കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. ഇത്രയും റിമോട്ടായിട്ടുള്ളൊരു സ്ഥലം. ഇതൊക്കെ ഇപ്പോഴും ആളുകൾ ഇങ്ങനെ വരുന്നു, ടൂറിസം ഓപ്പൺ ആണെന്നൊക്കെ പറഞ്ഞ് കാണുമ്പോഴത്തേക്കിനും സോ ഹാപ്പി.
നമ്മുടെ നാട്ടിൽ എന്തോരം സ്ഥലങ്ങളാണുള്ളത്. പേടിക്കണ്ട മുത്തേ, അപ്പ ഉണ്ട് കൂടെ. അപ്പൊ നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് ശരിക്കും ആര്യൻ വാലി എന്ന് പറയുന്ന ആ ഒരു ബുദ്ധിസ്റ്റ് വില്ലേജിലാണ്. ആര്യൻ വാലിക്കാരുടെ ഏകദേശം 50ഓളം വരുന്ന വില്ലേജസ് ഇവിടെയുണ്ട്. അതിലൊരു വില്ലേജിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ആ പാലം അങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് ഇറങ്ങി ഇനി നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങി പോണം. അടിപൊളി. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം നമ്മൾ താഴേക്ക് ആ നദീ തീരത്തേക്ക് പോകാൻ. നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു കേട്ടാ. ഇങ്ങനത്തെ ഇതുപോലത്തെ സ്ഥലങ്ങൾ ഇനി വേറെ ഉണ്ടോ? അയ്യോ, വരുന്ന വഴിക്കേ അവിടെ ചരല് വീണ് കിടക്കുന്നു. അത്യാവശ്യം നല്ല വഴുക്കല്. ഇത് കണ്ടോ, കരിങ്കല്ലൊക്കെ ഇട്ട് കെട്ടിയെടുത്ത് ഇവിടെ ഞാൻ രാവിലെ കാണിച്ചു തരാം ഇവിടുത്തെ ഭീകരാന്തരീക്ഷം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ആ ഒരു നദിയിൽ വെള്ളം പോകുന്ന പോക്ക് കണ്ടാവുണ്ടല്ലോ, പേടിയാവും. ഇവിടെ നമ്മള് ഹോട്ടൽ എത്തി കേട്ടോ, എത്താറായേ. ഇത് കണ്ടോ, ആ നദിയിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെയുള്ള അതിഭയങ്കരമായിട്ടുള്ള മഞ്ഞുരുകി വരുന്ന വെള്ളം ഒഴുകിപ്പോകുന്നതാണ് ഈ കാണാൻ സാധിക്കുന്നത്. കണ്ടോ, അടിപൊളി. ഭയങ്കര ശക്തിക്കാണ് ഒഴുകുന്നത്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ആര്യ നേച്ചർ ക്യാമ്പ്. അതാണ് ഇതിന്റെ പേര്. ആര്യൻ എന്നുള്ള ഇതിന്റെ ആര്യയായിരിക്കും. ആര്യ നേച്ചർ ക്യാമ്പ്സ് വെൽക്കംസ് യു. രാത്രി 9 മണിക്ക് ഇവിടെ വന്ന് ട്രക്ക് ചെയ്ത് നടന്ന് ഏകദേശം 1 കിലോമീറ്ററോളം നടന്നാണ് നമ്മൾ അവിടേക്ക് പോകുന്നത്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അതായത് നമ്മൾ ശരിക്കും ലേന്ന് വിട്ടിട്ട് കുറേ ദൂരം നമുക്ക് ബ്ലോക്ക് കിട്ടി. നമുക്ക് അങ്ങനെ ലേറ്റായി ആണ് നമ്മളിവിടെ എത്തിയത്. അതാണ് നമ്മൾ ലേറ്റ് ആയത്. സോറി, ട്രാഫിക്കിൽ പെട്ട് വന്നുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ആയത്. ഒരു തടിപ്പാലം. പൊക്കോളോ. ഓ, എന്തൊക്കെ പാലമാടാ ഋഷ. നാളെ കേട്ടാ, നടന്നോ. അപ്പ പിടിച്ചിട്ടുണ്ടേ, പേടിക്കണ്ടടാ. യു ആർ എ ബ്രേവ് ബോയ്. നടന്നോ. അങ്ങള് വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, വെള്ളം കണ്ടോ, ഇവിടെയൊക്കെ വെള്ളമാണ് കണ്ടോ. ചവിട്ടി കയറിക്കോ, ചവിട്ടി. വെള്ളം കണ്ടാ കയറണോ. എന്റെ പൊന്നോ, ഇത് ഒരു അന്തമില്ല. ഇത് നടന്ന് എത്തുന്നില്ലല്ലോ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഇതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഭീകരത അതൊക്കെ മനസ്സിലാവുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇത് ഭയങ്കര ഭീകരതയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ എവിടെ എത്തിയിരിക്കുകയാണ്. പകലാകുമ്പം ഭീകരമായ കാട് പൂന്തോട്ടം. നമുക്ക് രാത്രി ആയതുകൊണ്ടാണ് നല്ല ഒരു ഇതായത്. ഇത് ഇവിടെ 2 ടെന്റ് ഉണ്ട് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. എങ്ങനെയുണ്ട്? നല്ലതാണോ? ഇതാണ് നമ്മുടെ ഹോട്ടൽ മുറി. ഹോട്ടലാണോ ഇത്? ഇത് ടെന്റാ. എന്താണ് ടെന്റ്? കേട്ടാ, കൃഷി കിടന്നിട്ടുണ്ടോ ടെന്റിൽ? ഇല്ലല്ലോ. ഇത് കൊള്ളാട്ടോ. ഞാൻ ഇത്രയൊന്നും പറഞ്ഞു കിടന്നല്ലേ. ഓക്കെ, ഇതാണെന്ന് തോന്നുന്നു ടോയ്ലറ്റ്. തപ്പട്ട് ഇതെങ്ങനെ പരിപാടി എന്നുള്ളത്. അയ്യോ ചേരാ, സിബാണ് മൊത്തം. സിബ്. വാവ്, അടിപൊളിയാണല്ലോ. അടിപൊളി ടോയ്ലറ്റ്. ഷവറുണ്ട്, പിന്നെ വാഷ് ബേസിൻ ഉണ്ട്, എല്ലാം ഉണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ ടെന്റിൽ ലൈറ്റ് കത്തി കിടക്കുന്നു. ഇവരുടെ ടെന്റിൽ ലൈറ്റ് കത്തി കിടക്കുന്നു. നമ്മളിവിടെ, അയ്യോ ജോസ്ന എവിടെ? ഹായ് ജോസ്ന. നമ്മളിവിടെ ഇങ്ങനെ ഭക്ഷണം കാത്തിരിക്കുന്നു. അവരവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട് എവിടെ നിന്നൊക്കെയോ. ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു, വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നു. എന്ത് സാധനം? കണ്ടാ മനസ്സിലാവൂല. നാളെ രാവിലെ ഇരുട്ടത്ത് കണ്ടാ മനസ്സിലാവോ? എന്തുവാ? ഏത് സാധനം? ചീവീടാണോ? അല്ല, പിന്നെ ഏത് പൂവ്? ഇവിടെ എവിടെ പൂവുള്ളേ? ഞാൻ പൂവൊന്നും കണ്ടില്ലല്ലോ. വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്? സോറി ഗൈസ്. വാവ്, അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇത് കൊള്ളാലോ സ്ഥലം. നാച്ചുറൽ ഫ്രിഡ്ജോ? ഓ, ഇത് പൊളിച്ച്. ഇത് ബിയറല്ലേ? ഇത് നോക്കിയേ, ലെജൻഡറി പ്രീമിയം സ്ട്രോങ് ബിയർ. ഇത് ഏത് ബിയർ? ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇതൊക്കെ ഇവിടെ കിട്ടും. ഗോഡ് ഫാദർ. ഇത് ശരിക്കും നാച്ചുറൽ ഫ്രിഡ്ജ്. തണുത്ത വെള്ളം. അയ്യോ, ഇത് നോക്കി, ബിയർ തണുപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് കണ്ടോ. അടിപൊളി. ഇവിടെ എങ്ങനെ ബുക്കൊക്കെ വായിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇനി ഭക്ഷണം വന്നാൽ മാത്രം മതി. രാത്രി 10 മണിയായി, വിശക്കുന്നു. നമ്മുടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ വലിയ അണ്ടാവിനകത്ത് നിറച്ച് ഇവിടെ കൊണ്ട് വെക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ, എന്നാലും അവർ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. പപ്പടം, ചോറ്, ഇവിടെ ഇത്രയും സാധനങ്ങളൊക്കെ ഈ ഗ്രാമത്തിൽ ഈ കാട്ടുമുക്കിൽ ഇവരുണ്ടാക്കിയല്ലോ. പരിപ്പ് കറി, പിന്നെ ചിക്കൻ ഒന്നുമില്ല. മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. മുട്ടക്കറി ഉണ്ടോ? ഇതാണ് അവിടുത്തെ മുട്ടക്കറി. പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ എന്തോ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഭക്ഷണം എല്ലാം എടുത്തുകൊണ്ട് വന്നു. ഇത് സൂപ്പല്ല ഗൈസ്, പരിപ്പ് കറിയാണ്. പരിപ്പ് കറി, ദാൽ കറി. ഗൈസ്, ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച്
തിരിച്ച് ടെൻറ്റിലേക്ക് പോവാണ്. ക്ലിയർ സ്കൈ ആണ്. ക്ലിയർ സ്കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രങ്ങളൊക്കെ മുകളിൽ കാണാം. അത്രയും നല്ല ക്ലിയർ സ്കൈ ആണ്. പിന്നെ സ്റ്റാർസ് കണ്ടോ ഋഷി? ഇഷ്ടംപോലെ സ്റ്റാർസ് ഉണ്ട്. ഐ കാൻ ഷോ യു ഗൈസ്. ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു, കഴിച്ചു. പിന്നെന്താ നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് സ്ഥലം. വളരെ ബേസിക് ഫെസിലിറ്റീസ് എന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആൻഡ് നാളെ രാവിലെ എടുത്ത് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ വയറ് നിറഞ്ഞു. ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങാനാണ് വേറെ വരില്ല. ഇവിടെ എയർടെലിന് റേഞ്ച് ഉണ്ട്, വേറെ ഒന്നും റേഞ്ച് ഒന്നുമില്ല. അപ്പോൾ സീ യു ഗൈസ് ടുമോറോ ഗൈസ്. ഉറങ്ങട്ടെ ഗൈസ്.